മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭഗവത്ഗീതയിൽ ഒരു നല്ല വരിയുണ്ട്. യദ്യതാചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ശ്രേഷ്ഠന്മാര് ഏത് തരത്തിലുള്ള കർമ്മങ്ങളാണോ ചെയ്യുന്നത്, ഏത് തരത്തിലുള്ള വീക്ഷണമാണോ വെച്ചു പുലർത്തുന്നത്, ഏത് തരത്തിലുള്ള സന്ദേശങ്ങളാണോ കൊടുക്കുന്നത്, ഏത് തരത്തിലാണോ അവർ പെരുമാറുന്നത്, യദ് ആചരതി ശ്രേഷ്ഠ തദ് തദ് ഏവ ഇതരോ ജനഃ, അത് ഫോളോ ചെയ്യാനായിരിക്കും മറ്റുള്ളവർക്കും താല്പര്യം. ഇതരോ ജനഃ, മറ്റു ജനങ്ങൾക്കും ഇത് ഫോളോ ചെയ്യാനായിരിക്കും താല്പര്യം. യദ്യതാചരതി ശ്രേഷ്ഠ തദ് തദ് ഏവ ഇതരോ ജനഃ സയത് പ്രമാണം കുരുതി. ശ്രേഷ്ഠ യത് പ്രമാണം കുരുതി. ശ്രേഷ്ഠന്മാർ ഏത് തരത്തിലുള്ള പ്രമാണമാണോ ലോകത്തിന്റെ മുമ്പിൽ വെക്കുന്നത്, ഏത് തരത്തിലുള്ള മാതൃകയാണോ ലോകത്തിന്റെ മുമ്പിൽ വെക്കുന്നത്, സഹ യത് പ്രമാണം കുരുതി. ആ ശ്രേഷ്ഠന്മാർ ഏത് തരത്തിലുള്ള സന്ദേശമാണോ നിർദ്ദേശമാണോ അഭിപ്രായമാണോ ലോകത്തിന്റെ മുമ്പിൽ വെക്കുന്നത്, ലോകസ്തദനുവർത്തതേ, ജനങ്ങള് അത് സ്വീകരിക്കാൻ ഏറെ താല്പര്യം കാണിക്കുന്നു. ഇപ്പൊ ശ്രേഷ്ഠന്മാര് മാതൃകയായിട്ട് പെരുമാറുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ജീവിതം എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈ ശ്രേഷ്ഠന്മാരുടെ വാക്കുകളും പ്രവൃത്തിയും വീക്ഷണവും അവരുടെ കർമ്മമണ്ഡലവും അത് പരിശോധിച്ചാൽ മതി. പുസ്തകവും ഗ്രന്ഥവും പ്രഭാഷണങ്ങളും കേട്ട് നന്മ ഏതാണ് തിന്മ ഏതാണ് എന്ന് അന്വേഷിച്ചിറങ്ങി പുറപ്പെടുന്നതിന് പകരം ഈ തരത്തിലുള്ള ശ്രേഷ്ഠന്മാര് മാതൃകാപരമായിട്ട് ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ നിന്ന്, വാക്കുകളിൽ നിന്ന്, പ്രവൃത്തികളിൽ നിന്ന്, രചനകളിൽ നിന്ന് നമുക്കെടുക്കാൻ സാധിക്കുന്നത് എടുക്കാനുള്ള അവസരം ഈ ശ്രേഷ്ഠന്മാരുണ്ടാക്കിയാൽ ലോകത്തിൽ ഒത്തിരി മാറ്റം വരും. ലോകത്തിൽ ഒത്തിരി മാറ്റം വരും. നിർഭാഗ്യവശാൽ എല്ലാ മാതാപിതാക്കളോടും പറയുന്നു, ഇന്ന് നമ്മളുടെ മക്കൾക്ക് ഒരു സംഗീത മണ്ഡലത്തില് യേശുദാസുണ്ട്, ബാലസുബ്രഹ്മണ്യമുണ്ട്, രചനാമണ്ഡലത്തില് ONV കുറുപ്പുണ്ടായിരുന്നു. അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടെങ്കിലും MT വാസുദേവൻ നായരെ പോലെയും ഉള്ളവരുമെല്ലാം സാഹിത്യ മണ്ഡലത്തില് മാതൃകയായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ചില അഭിപ്രായത്തോട് നമുക്ക് വിയോജിച്ചേ പറ്റുള്ളൂ എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. അതുപോലെ സിനിമാ മണ്ഡലത്തിൽ നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന മമ്മൂട്ടിയെ പോലെയുള്ളവരും മോഹൻലാലിനെ പോലെയുള്ളവരും ഇന്നസെന്റിനെ പോലെയുള്ളവരും കുറേയൊക്കെ മാതൃകയായിട്ടുണ്ട്. പക്ഷെ ധാർമ്മികതയ്ക്ക് മാതൃകയായിട്ടുള്ളവർ കുറവാണ്. ശരിക്ക് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയില് നഹി സന്യാസനാദേവ സിദ്ധിം സമധിഗച്ഛതി എന്ന് പറയുന്നുണ്ട്. ഒരു സന്യാസിയെ പണ്ടും ഇന്നും ഭാരതം ബഹുമാനിച്ചിരുന്നു എങ്കിലും ആ സന്യാസിമാർക്ക് സന്യാസിമാരുടെ ഒരു ക്വാളിറ്റിയും ഇല്ലാതെ മുഖം തന്നെ ചീഞ്ഞ തണ്ണീർമത്തൻ മാതിരി വെച്ചുകൊണ്ടിരിക്കുന്ന കുറേ സന്യാസിമാരുണ്ട്. അവര് സമൂഹത്തിലെ പ്രവൃത്തിയിലൂടെയും അറിവിലൂടെയും മാതൃകയാവേണ്ടവർ അതൊന്നും ആവാതെ വെറും സന്യാസം സ്വീകരിച്ചു എന്ന കാരണത്താൽ സിദ്ധന്മാരാണെന്ന് പറഞ്ഞ് നടക്കുന്നവര് ഉണ്ട് എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ആ വരിക്ക് തുല്യമായവർ നടക്കുന്നവരൊന്നും നമുക്ക് മാതൃകയാവുന്നില്ല. അവരുടെ ഉപദേശവും മാതൃകയാവുന്നില്ല. ഇന്നലെ ഞാനൊരു പ്രഭാഷണത്തില് വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി, പുരാണങ്ങളിലെ കഥകളാണെന്ന് പറഞ്ഞെടുക്കണം. അതേസമയത്ത് മഹാഭാരതത്തിലെ പാണ്ഡവരുടെയും രാമായണത്തില് ഉള്ള ചരിത്ര പുരുഷന്മാരുടെയും അത് കഥകളല്ല. രാമായണ കഥ എന്ന പ്രയോഗം തെറ്റാണ്. രാമായണത്തിലുള്ളത് ചരിതമാണ്. ചരിത്ര വസ്തുതകൾ കഥാരൂപത്തിൽ അവതരിപ്പിക്കുന്നതിനെ ചരിതമെന്ന് പറയാം. പഴശ്ശിരാജ എന്ന സിനിമ
അതൊരു ചരിത്ര നോവലാണെന്ന് പറയാറുണ്ട്. വടക്കൻ വീരഗാഥയില് ചരിത്ര നോവലാണ്. എന്താ ഇതിന്റെ അർത്ഥം? ചരിത്ര നോവലും തമ്മിലുള്ള വ്യത്യാസം, ഹിസ്റ്ററിയിലെ കണ്ടന്റുകൾ ധാരാളം എടുത്തിട്ടാണ് ഇപ്രകാരം ഒരു നോവല് അല്ലെങ്കിൽ ചരിതം എഴുതുന്നത്. ഞാനതെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഭാഗവതം വായിക്കുന്ന 27 വയസ്സായിട്ടുള്ള പ്രൊഫസർ എന്ന് പേര് വെച്ച വ്യക്തി, അദ്ദേഹത്തിന് പ്രൊഫസർ ആയത് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, 27ാമത്തെ വയസ്സിൽ അദ്ദേഹം പറയുകയുണ്ടായി, ഉദ്ഘാടനം ചെയ്ത വ്യക്തി, എൻ്റെ പേര് പറഞ്ഞില്ല, രാമായണവും മഹാഭാരതവും എല്ലാം കഥകളാണെന്ന് പറഞ്ഞത് ശരിയല്ല. ഉദ്ഘാടനം ചെയ്ത ഞാൻ രാമായണവും മഹാഭാരതവും കഥകളാണെന്നല്ല പറഞ്ഞത്. പുരാണത്തിലുള്ളത് കഥകളാണ്. മഹാഭാരതത്തില് 60,000 ശ്ലോകങ്ങൾ കഥകളും 65,000 ശ്ലോകങ്ങൾ പാണ്ഡവരുടെയും കൗരവരുടെയും കൂടെയുള്ള പ്രധാനപ്പെട്ട 20 വ്യക്തികളുടെ ബയോഗ്രഫിയാണെന്നും രാമായണത്തിലെ കഥകളില്ല, ജീവിതാനുഭവങ്ങളുള്ള ചരിതം ആണെന്നും ശ്രീരാമചരിതം, ഭരതചരിതം, ലക്ഷ്മണചരിതം എന്നാണ് പറയേണ്ടതെന്നും രാമന്റെ കഥ, ഭരതന്റെ കഥ, മഹാത്മാഗാന്ധിയുടെ കഥ, വിവേകാനന്ദന്റെ കഥ എന്ന പ്രയോഗം, കഥ ഈ ജീവിച്ചിരുന്ന വ്യക്തികൾക്ക് കഥ എന്ന വാക്കുപയോഗിക്കുന്നത് ശരിയല്ലെന്നും പറഞ്ഞതിനെ നേരെ തിരിച്ചിട്ടിട്ടാണ് ആ പ്രൊഫസർ ശങ്കർ എന്ന് പറയുന്ന വ്യക്തി കോഴിക്കോട് നിന്ന് വന്നിട്ട് ഈ കൊട്ടാരക്കരയിലേക്ക് അടുത്തുള്ള നീലേശ്വരം ക്ഷേത്രത്തില് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ പറയുന്നത് കേൾക്കാൻ പറ്റാത്ത വ്യക്തികള്, കേൾക്കുന്നത് ഉൾക്കൊള്ളാൻ പറ്റാത്ത വ്യക്തികള്, അതുപോലെ തന്നെ കേട്ടത് മനസ്സിലാകാത്ത വ്യക്തികള് അവരവരുടെ ഭാഷയിലൂടെ ഓരോരുത്തർക്ക് ഓരോ കമന്റ് കൊടുക്കുമ്പോൾ ഇവരിൽ പോലും നമുക്ക് മാതൃക കാണാൻ പറ്റാത്തൊരവസ്ഥ. യദ്യതാചരതി ശ്രേഷ്ഠ തത് ഏവ ഇതരോജനഃ. അതുകൊണ്ട് മാതാപിതാക്കളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് മാതൃകയായിരിക്കണം. ഒരച്ഛൻ്റെ വാക്കുകളും പ്രവൃത്തിയും വീക്ഷണവും മക്കൾക്ക് മാതൃകയായിരിക്കണം. അമ്മയുടെ വാക്കുകളും പ്രവൃത്തിയും വീക്ഷണവും മക്കൾക്ക് മാതൃകയായിരിക്കണം. അതേസമയത്ത് അവർ അത് തന്നെ എടുത്തുകൊള്ളണമെന്നൊന്നും നിർബന്ധമില്ല. അവർക്ക് അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും വരുത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മാതാപിതാക്കൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറ്റമുള്ള കാലഘട്ടത്തിലായിരിക്കും മക്കൾ നല്ല രീതിയിൽ ജീവിക്കുന്നത്. കാലത്തിന് മാറ്റം വരുമ്പോൾ, ജീവിക്കുന്ന പ്രദേശത്തിന് മാറ്റം വരുമ്പോൾ, ചെയ്യുന്ന പ്രവൃത്തികൾക്ക് മാറ്റം വരുമ്പോൾ, അതുപോലെ തന്നെ ജീവിക്കുന്ന അന്തരീക്ഷത്തിനും കഴിക്കുന്ന ഭക്ഷണത്തിനും ലഭ്യമായിട്ടുള്ള സുഖ സൗകര്യങ്ങൾക്കുമെല്ലാം മാറ്റം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛനും അമ്മയും ജീവിച്ചിരുന്ന രീതിയിൽ തന്നെ മക്കൾ ജീവിക്കണമെന്നില്ല. പക്ഷേ അവരുടെ വാക്കുകളും പ്രവൃത്തിയും വീക്ഷണവും മക്കൾക്ക് എന്നും മാതൃകയായിട്ടിരിക്കത്തക്ക വിധത്തിൽ വേണം മാതാപിതാക്കൾ ജീവിക്കാൻ. അപ്പൊ യദ്യതാചരതി ശ്രേഷ്ഠ തദ്ദേവ ഇതരോജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ഇത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇന്നും MSCക്കും BSCക്കും ഒക്കെ പഠിപ്പിച്ച അധ്യാപകരെ ഓർക്കുന്നതിനേക്കാൾ കൂടുതൽ ചെറുപ്പകാലത്ത് നമ്മളെ പഠിപ്പിച്ച അധ്യാപകരെയാണ് ഞാൻ ഓർക്കുക. അവർ നമ്മളുടെ മുമ്പിൽ വളരെയധികം ആരാധ്യരായിരുന്നു. സാറിൻ്റെ വരവ്, സാറിൻ്റെ ക്ലാസ്സിലെ നിൽപ്പ്, നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ ദേഷ്യപ്പെടുന്നത്, നമ്മളെ ശിക്ഷിക്കുന്നത്, നമ്മളെ വിലയിരുത്തുന്നത്, ഇതെല്ലാം ഒരു ഗുരുവിൻ്റെ ക്വാളിറ്റിയോട് കൂടിയാണ്. അവർ നമ്മുടെ മനസ്സിൽ ഇന്ന് നിലനിൽക്കും. അതുകൊണ്ട് മാതാപിതാക്കളെ പോലെ തന്നെ അധ്യാപകരും മക്കളെ പോലെയുള്ള വിദ്യാർത്ഥികൾക്ക് മാതൃകയായിരിക്കണം. ഈ ഭഗവത്ഗീതയിലെ ഈ ശ്ലോകം നമുക്ക് എന്നും മാതൃകയാവട്ടെ. പ്രണാമം, നമസ്കാരം.